കഴിഞ്ഞ ദിവസങ്ങളിൽ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായ ഒരു വീഡിയോ ഉണ്ട്. അത് നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ടാവും. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ആ കൂട്ടുകാരാണ്. അവരുടെ വിശേഷത്തിലേക്ക് നമുക്ക് പോകാം. പൂജപ്പുര CMGHSSലെ വിദ്യാർത്ഥികളാണ് SP ദുർഗപ്രിയയും കൂട്ടുകാരായ M മാളവിക, RS വൈഗ, SR ഗൗരികൃഷ്ണ, SS വൈഗ, AR അനാമിക, ശ്രദ്ധ വിജു എന്നിവർ. കൂട്ടുകാരി ദുർഗയുടെ പരിമിതിക്കൊപ്പം നിന്ന് മറ്റു കുട്ടികളും വേദിയിൽ നിറഞ്ഞാടുകയായിരുന്നു. തിരുവനന്തപുരം സൗത്ത് സബ് ജില്ലാ കലോത്സവത്തിലെ സംഘനൃത്തമാണ് വൈറലായത്. മന്ത്രി R ബിന്ദു അടക്കം ഈ മിടുക്കികളുടെ വീഡിയോ സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചിരുന്നു. കൂട്ടുകാരികൾ നിറഞ്ഞു കളിക്കുമ്പോൾ വേദിയുടെ നടുവിൽ മുട്ടിലിരുന്ന് കളിക്കുന്ന ദുർഗപ്രിയയാണ് ഇതിൽ ശ്രദ്ധ പിടിച്ചു പറ്റിയത്. കാലുകൾക്ക് ബലം കിട്ടാൻ മുട്ടുമുതൽ പാദം വരെയുള്ള കഫോ ധരിച്ചായിരുന്നു ദുർഗപ്രിയ ചുവടുകൾ വെച്ചത്. കഴിഞ്ഞ പ്രാവശ്യം കലോത്സവത്തിൽ ഉണ്ടായിരുന്നു നമ്മള്. അപ്പോൾ വെറും A ഗ്രേഡ് ആയിരുന്നു. അപ്പം നമുക്ക് കുറച്ചും കൂടി വാശിയായി. വീണ്ടും നമുക്ക് ഫസ്റ്റ് എത്തണമെന്നായിരുന്നു. പക്ഷെ നമ്മൾ പരിശ്രമിച്ച് 3rd പൊസിഷൻ A ഗ്രേഡ് വാങ്ങി. തിരുവനന്തപുരം വെള്ളറട സ്വദേശികളായ പ്രസന്നകുമാറിന്റെയും ഷിജിയുടെയും മകളാണ് ഈ കൊച്ചു കലാകാരി. ജനിച്ച് 1 മണിക്കൂറിൽ മരിച്ചു പോകുമെന്ന് ഡോക്ടർമാർ വിധിയെഴുതിയ ദുർഗ ഇന്ന് തന്റെ 13ാം വയസ്സിലും അരങ്ങിൽ നൃത്തം ചെയ്യുകയാണ്. അവളുടെ നൃത്തച്ചുവടും ചിരികളുമെല്ലാം ലോകമെമ്പാടും ഏറ്റെടുക്കുകയാണ്. മെലഞ്ചോ മൈലേസിയ എന്ന രോഗം ശരീരം തളർത്തിയെങ്കിലും തന്റെ സ്വപ്നങ്ങളെ തകർക്കാൻ കഴിയില്ലെന്ന് തെളിയിക്കുകയാണ് ഈ കലാകാരി. സൈഡിൽ ഡാൻസ് വേണം പാഷനായിട്ട്, പിന്നെ പഠിച്ചു വേറെ ഒരു വലിയ ജോലി നേടണമെന്നാണ്. അത് തീരുമാനിച്ചില്ല, കൺഫ്യൂഷനിലാണ്. ഓപ്ഷൻസ് ഉണ്ട്. ഡോക്ടർ, ബിസിനസ്, ഇത് രണ്ടാണ് ഓപ്ഷൻ. 3ാം വയസ്സ് മുതൽ കൃത്രിമക്കാൽ ഉപയോഗിച്ച് നൃത്തം ചെയ്തപ്പോഴാണ് അമ്മ ഷിജി മകളുടെ താല്പര്യം മനസ്സിലാക്കിയത്. 5ാം വയസ്സിൽ തുടർന്ന് നൃത്ത പരിശീലനത്തിന് ചേർന്നു. 10ാം വയസ്സിൽ നട്ടെല്ലിന് ശസ്ത്രക്രിയ ചെയ്തതിനു ശേഷം ശാസ്ത്രീയമായി നൃത്തം പഠിക്കാനായില്ല. പക്ഷെ പിന്നീട് സ്വയം പഠനം തുടർന്നു. ആദ്യം തന്നെ മോള് ഡാൻസ് ചെയ്ത് സ്റ്റാൻഡിങ് ആവുന്ന അന്ന് അവൾ സ്വന്തമായിട്ടൊരു ഹിന്ദി പാട്ടിന് അവൾ തന്നെയാണ് ഡാൻസ് ചെയ്തത്. അപ്പോൾ അന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇവർക്ക് ഡാൻസിനോട് ഇഷ്ടമാണെന്ന്. അപ്പോൾ ആ ഒരു ഇഷ്ടം മനസ്സിലാക്കിയിട്ട് ഞങ്ങൾ പാരൻസ് അവളെ ഡാൻസ് പഠിക്കാൻ വിടുന്നുണ്ട്. അപ്പോൾ ഡാൻസാണ് അവളുടെ ഒരു ജീവിതം. സ്കൂളിൽ കുട്ടികൾ കലോത്സവത്തെയും പങ്കെടുക്കുന്നത് കണ്ടപ്പോഴാണ് ദുർഗയ്ക്കും മത്സരിക്കാൻ ആഗ്രഹം തോന്നിയത്. ക്ലാസ് ടീച്ചർ നീതുവിന്റെ പൂർണ്ണ പിന്തുണയും ഉണ്ടായിരുന്നു. 6 വിദ്യാർത്ഥിനികളെ കൂടി ചേർത്ത് സംഘനൃത്തത്തിന്റെ പ്രാക്ടീസ് ആരംഭിച്ചു. കഴിഞ്ഞ വർഷം A ഗ്രേഡ് നേടി. പ്രതീക്ഷിക്കാതെ ലഭിച്ച അംഗീകാരം വലിയൊരു പ്രചോദനമായി. തുടർന്ന് കൂടുതൽ ആവേശത്തോടെ അടുത്ത വർഷം സമ്മർ വെക്കേഷൻ മുതൽ ഡാൻസ് പ്രാക്ടീസ് ആരംഭിച്ചു. അങ്ങനെ ഇക്കുറി ദുർഗപ്രിയക്കും കൂട്ടുകാർക്കും ഉപജില്ലയിലും സമ്മാനം ലഭിച്ചു. കഴിഞ്ഞ 2 വർഷമായിട്ട് ദുർഗയുടെ ക്ലാസ് ടീച്ചറാണ് ഞാൻ. നമ്മൾ കഴിഞ്ഞ വർഷവും സബ് ജില്ലയിൽ മത്സരിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് A ഗ്രേഡ് ആയിരുന്നു. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കുറച്ചുകൂടെ ഉയരങ്ങളിലേക്ക് എത്തണം എന്നൊരു ആഗ്രഹം അപ്പോൾ തന്നെ നമുക്കുണ്ടായിരുന്നു. കാരണം അപ്പോഴും നമ്മൾ A ഗ്രേഡ് പോലും പ്രതീക്ഷിച്ചിരുന്നില്ല. കാരണം നമുക്ക് ഒരുപാട് പരിമിതികളുണ്ട്. അപ്പോൾ അത് നമുക്ക് തന്നെ അറിയാം. അപ്പോൾ അതുകൊണ്ട് ഇത്തവണ നമ്മൾ നേരത്തെ തന്നെ പ്രാക്ടീസൊക്കെ തുടങ്ങി. ഒരു സ്ക്രീനിങ് ഒക്കെ നടത്തി അത്യാവശ്യം. പിന്നെ ദുർഗയോടൊപ്പം കളിക്കുന്ന ആ മനസ്സ് വേണമല്ലോ. അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ നമ്മൾ സെലക്ട് ചെയ്തു. എന്നിട്ട് ഒരു ടീച്ചറിനെ നമ്മൾ പാരൻസിൻ്റെയും ഒക്കെ ഒരു സപ്പോർട്ടോടും കൂടെ നമ്മൾ ഒരു ടീച്ചറിനെ വെച്ച് പഠിപ്പിക്കുകയാണ് ചെയ്തത്. ഒരു കുറച്ചധികം നാളത്തെ പ്രാക്ടീസിനും ആ ഒരു പരിശ്രമത്തിനും ശേഷമാണ് നമ്മൾ ഈ ഒരു വിജയം കയ്യിൽ ഒതുക്കിയത്. അപ്പോൾ ഇനിയും ഒരുപാട് പ്രതീക്ഷകൾ ദുർഗയ്ക്കും കൂട്ടുകാർക്കും ഉണ്ട്. അപ്പോൾ ദുർഗയ്ക്ക് തന്നെ ഒരു കൊറിയോഗ്രാഫർ ആവണം എന്ന് തന്നെയാണ് ആഗ്രഹം. അപ്പോൾ അത് കേൾക്കുന്നവർക്ക് തോന്നാം ഇതെങ്ങനെ സാധിക്കും, പക്ഷെ അത് ആഗ്രഹം ദുർഗയുടേതാണ്. അതുകൊണ്ട് തന്നെ അത് ഉറപ്പായിട്ടും നടന്നിരിക്കും. അതിന് എല്ലാവിധ സപ്പോർട്ട് ഞങ്ങൾ അധ്യാപകരുടെ ഭാഗത്തു നിന്നും കുട്ടികളുടെ സുഹൃത്തുക്കളുടെ ഭാഗത്തു നിന്നും ഒക്കെ ഉണ്ട്. ഒരുപാട് വെല്ലുവിളികളെ നേരിടുന്ന ഒരു കുഞ്ഞാണ് ദുർഗപ്രിയ. പക്ഷെ അവൾ എല്ലാ മേഖലയിലും കഴിവ് തെളിയിച്ച കുട്ടിയാണ്. അവൾ കവിത ചൊല്ലാനാണെങ്കിലും എല്ലാത്തിനും പങ്കെടുത്തിട്ടുണ്ട്. അതുപോലെ കായികമേളയിലും ഇൻക്ലൂസീവായിട്ടുള്ള കായികമേളയിലും അവൾ പങ്കെടുത്തിട്ടുണ്ട്. എപ്പോഴും പോസിറ്റീവായി ചിന്തിക്കുന്ന ഒരു കുഞ്ഞാണ് ദുർഗപ്രിയ. പിന്നെ അവളുടെ ഫുൾ ഫാമിലിയുടെ സപ്പോർട്ടുണ്ട്. കൂടാതെ ഈ മറ്റു കുഞ്ഞുങ്ങൾ അവളെ ഉൾപ്പെടുത്തി അത് ചെയ്യുന്നതിനുള്ള അവരെ വേറിട്ട് നിർത്താതെ, അത് നമ്മുടെ സ്കൂളിൻ്റെ ഒരു പ്രത്യേകതയാണ്, വേറിട്ട് നിർത്താതെ നമ്മോടൊപ്പം കൂട്ടി ഈ ഭിന്നശേഷിയുള്ള കുഞ്ഞുങ്ങളെ കൂടി മുന്നോട്ട് മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു മനസ്സ് നമ്മുടെ സ്കൂളിലെ കുഞ്ഞുങ്ങൾക്ക്
ഉണ്ട്. വൃക്ക തകരാറിലായതിനാൽ യൂറിൻ ബാഗ് സ്ഥിരമായി ഉപയോഗിക്കേണ്ടതുണ്ട്. 2 മണിക്കൂറിൽ യൂറിൻ ബാഗ് മാറ്റേണ്ടതിനാൽ അമ്മയും സ്കൂളിൽ മുഴുവൻ സമയം ഒപ്പമുണ്ടാകും. മകളുടെ ഒപ്പം മുഴുവൻ സമയം സ്കൂളിലുള്ളതിനാൽ ഷിജിയെ സ്കൂളിൻ്റെ PTA പ്രസിഡന്റ് ആക്കാൻ ഹെഡ് മിസ്ട്രസിന് രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വന്നില്ല. അച്ഛൻ പ്രസന്നകുമാർ വിളപ്പിൽ പഞ്ചായത്തിലെ UD ക്ലർക്കാണ്. BSc വിദ്യാർത്ഥിയായ ചേച്ചി ദേവിപ്രിയയും ദുർഗപ്രിയയുടെ സ്വപ്നങ്ങൾക്ക് കൂട്ടിനുണ്ട്. ജന്മനായുണ്ടായ തൻ്റെ ശാരീരിക പരിമിതിയിൽ ദുർഗപ്രിയ വിധിയെ പഴിച്ചില്ല. മറിച്ച് പരിമിതികൾ ഒന്നിനും തടസ്സമല്ലെന്ന് ലോകത്തോട് വിളിച്ചു പറയുകയാണ് ഈ മിടുമിടുക്കി. ഇങ്ങനെ ഒരുപാട് ദുർഗമാർ നമുക്കിടയിലുണ്ട്. അവർക്കാവശ്യം നമ്മുടെ കണ്ണീരോ സഹതാപമോ അല്ല, പിന്തുണയാണ്, ചേർത്ത് പിടിക്കലാണ്. അത് അവർക്ക് ഉയരെ പറക്കാനുള്ള ചിറകുകളാകും.